+2 കെമിസ്ട്രിയിലെ ദ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ, വാട്ട് ഈസ് ലാന്തനൈഡ് കോൺട്രാക്ഷൻ ആൻഡ് മെൻഷൻ എനി വൺ ഇറ്റ്സ് കോൺസിക്വൻസ്. എന്താണ് ലാന്തനൈഡ് കോൺട്രാക്ഷൻ ആൻഡ് അതിൻ്റെ ഒരു കോൺസിക്വൻസ് നമ്മൾ എന്ത് ചെയ്യുക പറയാനായിട്ട്. ദി റെഗുലർ ഡിക്രീസ് ഇൻ ദി അറ്റോമിക് ആൻഡ് അയണിക് റേഡി അലോങ് ദി ലാന്തനൈഡ് സീരീസ് ആർ കോൾഡ് ലാന്തനൈഡ് കോൺട്രാക്ഷൻ. എന്താണ് റെഗുലർ ഡിക്രീസ്? അത് അറ്റോമിക്കോ അയണിക് റേഡിയിലോ റെഗുലറായിട്ട് ഡിക്രീസ് ഉണ്ടാകുന്നു. അതിനെയാണ് നമ്മൾ ലാന്തനൈഡ് കോൺട്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് അതിൻ്റെ റീസൺ എന്താണ്? ഡ്യൂ ടു ദി ഡിഫ്യൂസ്ഡ് ഷേപ്പ് ഓഫ് എഫ് ഓർബിറ്റൽ ദേ ഹാവ് പോർ ഷീൽഡിംഗ് ഇഫക്റ്റ്, സോ ദി ന്യൂക്ലിയസ് ക്യാൻ അട്രാക്ട് ദി ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ സ്ലോലി ആൻഡ് ആസ് എ റിസൾട്ട് ദി റേഡിയസ് ഡിക്രീസസ്. അതായത് നമ്മുടെ എഫ് ഓർബിറ്റലിന് ഡിഫ്യൂസ് ഷേപ്പ് ആയതുകൊണ്ട് അതിനെന്താണ് പൂവറായിട്ടുള്ള ഷീൽഡിംഗ് ഇഫക്റ്റ് ആയിരിക്കും. അപ്പോൾ ന്യൂക്ലിയസിന് എന്ത് ചെയ്യാം? ഇലക്ട്രോൺസിനെ, അതായത് ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള ഇലക്ട്രോൺസിനെ സ്ട്രോങ് ആയിട്ട് അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു കാരണം കൊണ്ട് റേഡിയ എന്താണ് ഡിക്രീസ് ആയി പോകുന്നു. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിനെ എന്ത് ചെയ്യുക? അട്രാക്റ്റ് ചെയ്യാമെങ്കിൽ എന്താണ്? റേഡിയ എന്താണ്? ഡിക്രീസ് ആയി പോകുന്നു. അങ്ങനെയാണ് ലാന്തനൈഡ് കൺട്രാക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എന്താണ് കോൺസിക്വൻസ്? എന്താണ്? ഡ്യൂ ടു ദി ലാന്തനൈഡ് കോൺട്രാക്ഷൻ ദി സെക്കൻഡ് ആൻഡ് തേർഡ് റോ ട്രാൻസിഷൻ സീരീസ് എലമെൻറ്റ് ഹാവ് സിമിലർ റേഡിയ. അപ്പോൾ ഈ ലാന്തനൈഡ് കോൺട്രാക്ഷൻ കാരണം എന്താണ്? സെക്കൻഡ് ആൻഡ് തേർഡ് റോയിലെ ട്രാൻസിഷൻ സീരീസിന് സിമിലർ ആയിട്ടുള്ള റേഡിയ ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ 2 എക്സാമ്പിളാണ്. സിർക്കോണിയം എന്ന് പറഞ്ഞാൽ 160 ആണ്, ആൻഡ് HF എന്ന് വെച്ചാൽ ഹാഫ്നിയം ആണ്, അതിന് 150 പൈക്കോമീറ്റർ ആയിരിക്കും. അപ്പോൾ ഇതാണ് ഒരു കോൺസിക്വൻസ്. ഇനി രണ്ടാമത്തെ കോൺസിക്വൻസ് ആണ്, ലാന്തനൈഡ് ഹാവ് സിമിലർ ഫിസിക്കൽ ആൻഡ് സിമിലർ പ്രോപ്പർട്ടി ആൻഡ് ദേ ഒക്കർ ടുഗദർ ഇൻ നേച്ചർ, സോ ദെയർ ഐസൊലേഷൻ ഈസ് ഡിഫിക്കൽട്ട്. അപ്പോൾ ഈ ലാന്തനൈഡ്സ് എന്ന് വെച്ചാൽ സിമിലർ ആയിട്ടുള്ള ഫിസിക്കൽ ആൻഡ് സിമിലർ പ്രോപ്പർട്ടീസ് ആണ്. അതുകൊണ്ട് ഇവർ ഒരുമിച്ചായിരിക്കും നേച്ചറിൽ ഒക്കർ ചെയ്യുന്നത്. സോ അതിൻ്റെ സെപ്പറേഷൻ നമുക്ക് ഡിഫിക്കൽട്ടായിരിക്കും. അതാണ് രണ്ടാമത്തെ കോൺസിക്വൻസ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഡ്രോ ദി സ്ട്രക്ചർ ഓഫ് എ ഡൈക്രോമേറ്റ് അയൺ. അപ്പോൾ നമുക്ക് ഡൈക്രോമേറ്റ് അയണിനെ പറയത്തുള്ളൂ, നമുക്ക് ഈ ഫോർമുല ഒന്നും പറയത്തില്ല. അപ്പോൾ നമ്മൾ ഇതാണ് ഫോർമുല എന്ന് നമ്മൾ കണ്ടെത്തി വേണം നമ്മൾ വരയ്ക്കാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ്? Cr2O7 2- ആണ് ഡൈക്രോമേറ്റ് അയൺ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് ഒരു ഓക്സിജൻ എന്ത് ചെയ്യുന്നു? 2 Cr ബോണ്ട് ചെയ്തിരിക്കുന്നു, ആൻഡ് ഇവിടെ നമ്മൾ 2- കൊടുക്കാൻ ചെയ്യുന്നത്. അടുത്താണ് സ്ട്രക്ചർ ഓഫ് ക്രോമേറ്റ് അയൺ. അതുപോലെ തന്നെയാണ് 4 ഓക്സിജനുമായിട്ടാണ് ബോണ്ട് ചെയ്തിരിക്കുന്നത്, ഇവിടെ 2- കൊടുക്കുന്നു.